ഞാനൊരിക്കലും വിചാരിച്ചില്ല ഇത്രയും രസമുള്ള ഒരാള് ഇപ്പഴത്തെ വരും. എന്താ ഇപ്പം നീ കോളേജിലല്ലേ, നിനക്ക് അവിടെ ആരുമില്ല? കോളേജില് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് എന്തോ താല്പര്യം ഇപ്പോഴും പ്രായം കൂടിയവരോടോ? അത് പ്രായം കൂടിയവരോട് ഇത്ര താല്പര്യം അവർക്ക്? അവർക്കാകുമ്പം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലേ, അതായിരിക്കും. അതും എന്തോ എനിക്ക് പണ്ട് തൊട്ടേ ഒരു വീക്ക്നെസ് ഉണ്ട്. ചുമ്മാ പ്രായമുള്ളവരോടൊരു ഇത് വരത്തില്ലല്ലോ, എന്തേലും ഒരു എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല ഒന്നും, വേറെ ഒന്നും ഇല്ല, ഒന്നും രണ്ടും ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ക്ലാസ്സിലെ പിള്ളേരല്ല, പക്ഷെ ആന്റീനെ ഒരു സിനിമയ്ക്ക് പോലും പോയി അങ്ങനെ ഒരു ഒന്നുമില്ല. ഇല്ല, ഇതുവരെ അങ്ങനെയില്ല. അയ്യോ, എന്നാ പിന്നെ പറയണ്ടേ, നമുക്ക് നോക്കായിരുന്നല്ലോ. ഞാൻ ഓർത്തില്ലല്ലോ, ഇനിയിപ്പോ പറ്റുമല്ലോ. ഇനിയിപ്പോൾ പറ്റാനായിട്ട് നമുക്ക് നോക്കാം. സമയമുണ്ടല്ലോ, ഏതായാലും നമ്മളിപ്പോൾ അയൽപക്കക്കാരാണല്ലോ, അതുകൊണ്ട് സമയമെടുത്ത് നമുക്ക് നോക്കാം. അല്ല, നിനക്ക് എന്താ കുറേ നേരം വേണം എന്നാണോ, അതോ ജസ്റ്റ് ചുമ്മാ വന്നോ? അങ്കിള് സാധാരണ ജോലിക്ക് പോന്നെ? എടാ, പുള്ളി ഗൾഫിലാണ്. പുള്ളി ഇപ്പം ഇങ്ങനെ വീട് മാറാനായിട്ട് വന്നതാണ്. പുള്ളി അടുത്ത മാസം പോകും. അടുത്ത മാസം പോവോ? അടുത്ത മാസം ആദ്യം പോകും പുള്ളി. 3 ആഴ്ചത്തെ അവധിക്ക് വന്നതാണ്. പിന്നെ ആരുമില്ല, പിന്നെ ഞാൻ ഫ്രീ ആണ്. പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പം പിന്നെ എല്ലാം ആന്റിയുടെ ഇഷ്ടം പോലെ. പക്ഷെ മറ്റേത് മേടിക്കണം കേട്ടോ, കാരണം ഇല്ല എനിക്ക് അത് ഇഷ്ടമാണോ? ഞങ്ങൾ ആദ്യ സമയത്തൊക്കെ ചെയ്യുമായിരുന്നു അത് വെച്ചിട്ട്. ഇങ്ങനെ ഇഷ്ടക്കേടും കുറവൊന്നും ഇല്ല. എന്താ, എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല അത് ഇല്ലാതെ. എന്നോട് കുറെ പേര് പറഞ്ഞു അത് ഇല്ലായിരിക്കുന്നത് നല്ലതെന്ന്. സത്യമാണോ? അത് പലർക്കും പല ഇതാണ്. എനിക്കങ്ങനെ ഞാനിതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എനിക്കങ്ങനെ അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് എനിക്കെന്തോ. അന്ന് നിനക്ക് ലൈനായിട്ട് പോലും ആരും ഇല്ലായിരുന്നു കോളേജിൽ? ആരെയും നോക്കിയില്ല? സാധാരണ ഇപ്പോഴത്തെ പിള്ളേർക്കെന്നൊക്കെ വെച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അയ്യോ, അതെന്താ അവളെ കൊണ്ടൊന്നും എന്ത് പറ്റി? ആന്റി പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. എന്ത് വിചാരിച്ചില്ല? ആദ്യമേ വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും നല്ലൊരു ആന്റി അപ്പുറത്ത് വന്നല്ലോ. ഇത് വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഒരിക്കലും ഓർത്തില്ല സംസാരിക്കാൻ പറ്റുന്നു നമ്മളെ. പിന്നെ ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നിന്റെ അടുത്ത ആഴ്ച എന്തായാലും ചേട്ടൻ പോകും. പിന്നെ ഇപ്പം നീ ഇടയ്ക്കിടയ്ക്ക് പോര്. എന്തെങ്കിലും ഡൗട്ടുണ്ട്, കോളേജിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ വരാം. എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോണേലൊക്കെ കാർ ഓടിക്കണതൊക്കെ എന്നെ വിളിച്ചാൽ മതി. ഇപ്പൊ അമ്മയായിട്ട് എന്റെ കമ്പനി ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ചേട്ടൻ പറയുകയും ചെയ്തു, അപ്പുറത്തെ വീട്ടിലെ പയ്യൻ പാവമാണ്, നിനക്ക് സഹായമായിരിക്കും, ഞാൻ പോകുമ്പം നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി എന്നൊക്കെയാ എന്നോട് പറഞ്ഞത്. പിന്നെ എന്തായാലും സഹായമായിട്ട് ഞാൻ കാണുമല്ലോ. എന്താ എന്റെ സഹായം ഇഷ്ടമല്ലേ? ഇഷ്ടക്കേടൊന്നും ഇല്ല, നമുക്ക് നോക്കാം. പക്ഷെ എപ്പോഴെപ്പോഴും വന്നാലേ നമ്മുടെ അയൽവക്കക്കാരല്ലേ, ഇങ്ങനെ ഓരോന്ന് പറയുമോ എന്നുള്ളൊരു പേടി. അതൊന്നും ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. കാണാം,
നമ്മുടെ നല്ല അയലൊക്കെയാണ്. നീ അപ്പൊ ആദ്യം വരുമ്പോ അത് മേടിക്കാതെ വരാനായിട്ടാണോ അതോ മേടിക്കാതെ വരുന്നതായിട്ട്. അറ്റ്ലീസ്റ്റ് നീ എന്നെ പൊട്ടിച്ചേല് കണ്ടിട്ടുണ്ടോ അതോ ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് പരസ്യം മാത്രമോ? എങ്ങനെ? അതെ, പരസ്യം മാത്രമേ എൻ്റെ കണ്ടിട്ടുള്ളൂന്ന് അതോ അത് പൊട്ടിച്ചേല് നോക്കിയിട്ടുണ്ടോന്ന്? ഇല്ല, എനിക്കൊന്ന് കാണിച്ചു തന്നോ? കാണിക്കാം. അടുത്ത മാസം വാ, നമുക്കതൊക്കെ ഒരെണ്ണം മേടിച്ച് നോക്കാം. അത് ഞാൻ റെഡിയാ. ഏതാ ഇഷ്ടമെന്ന് പറയാട്ടോ, എന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിച്ച് നോക്കാം, ഉപയോഗിക്കാതെ നോക്കാം. എനിക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ മുമ്പോട്ട് നമുക്ക് അങ്ങനെ പോകാം. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവള് അവൾക്ക് കൂടെ നിൽക്കാൻ താല്പര്യമുണ്ട്. ചോദിച്ചു നോക്കട്ടെ. നിനക്ക് അങ്ങനെ താല്പര്യ? എനിക്ക് അങ്ങനെ താല്പര്യമുണ്ട്. ആന്റിക്കത് ഇഷ്ടമാണോ? ഞാൻ ഇതുവരെ ഇല്ല, അതിനെ പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇതുവരെ വന്ന. അല്ല, നിനക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത്? എനിക്കെന്തോ ഇത്രയും കമ്പനി ആയപ്പോ അതുകൂടെ ചോദിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ വല്ല ആഗ്രഹങ്ങളും ഉണ്ടോ? എനിക്ക് അങ്ങനെ ആഗ്രഹം, അങ്ങനത്തെ എന്റെ അവൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ഇനിയിപ്പോ അവളുമായിട്ടൊന്നും ഇല്ല? എന്ത്? അവളുമായിട്ടൊന്നും ഇല്ലായിരുന്നു എന്നോ? ഉണ്ടായിരുന്നു. അല്ല, അവൾക്ക് രണ്ടാൾക്കാരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഓർത്തിട്ടില്ല. എന്തായാലും സമയമുണ്ടല്ലോ, ചേട്ടൻ എന്തായാലും അടുത്ത മാസമല്ലേ പോകുന്നത്, നമുക്ക് നോക്കാം. പക്ഷെ എനിക്കെന്നാലും എനിക്കെന്തോ ഒരു അതിനോടൊരു ഇത് തോന്നുന്നു. നേരത്തെ ഉറങ്ങുമോ? ഇന്നോ അതോ? അല്ല, അങ്കിള് നേരത്തെ ഉറങ്ങാറുണ്ടോ? അങ്കിള് കുറെ നാള് കൂടി വന്നതല്ലേ, അപ്പൊ ഞങ്ങള് ലേറ്റ് ആകും. ഞങ്ങൾക്ക് വലിയ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ. ഇനിയിപ്പോ 3 ആഴ്ചയും കൂടി ആഗ്രഹങ്ങൾ നിറവേറ്റാനൊക്കെ ഞാനില്ലേ? അങ്കിളും പാവമല്ലേ, 3 ആഴ്ച അല്ലേ ഉള്ളൂ കൂടുതൽ. ഇനിയും പോവല്ലേ, പിന്നെ ഇനിയിപ്പോ അടുത്ത 1 വർഷത്തേക്ക് വരത്തില്ലായിരിക്കും. അപ്പൊ പിന്നെ ഇനിയിപ്പോ പോയിപ്പോ അങ്കിളിനോട് പയ്യെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ.